അപ്പൊ പുറത്ത് ഭയങ്കര മയിലിന്റെ ഒച്ചയായിരുന്നു കേട്ടടാ. അപ്പൊ ഒന്ന് പുറത്ത് വന്ന് നോക്കിയപ്പോ ഉണ്ടല്ലോ, നമ്മുടെ ഈ മേഘമൊക്കെ ഉണ്ടല്ലോ കറുത്തിരുണ്ട്, എന്ത് രസാന്നറിയോ കാണാനായിട്ട്. മഴ ദാ ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. നല്ലൊരു രസമുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നേ. അപ്പൊ നമുക്ക് ചായ കുടിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിന്ന് ചായക്ക് കൊള്ളി പുഴുങ്ങാം എന്നാട്ടോ വിചാരിച്ചിരിക്കണേ. ആദ്യം കൊള്ളിപ്പേരി വെക്കാന്ന് വിചാരിച്ചു. പിന്നെ അമ്മ പറഞ്ഞു കൊള്ളി പുഴുങ്ങാന്ന്. അമ്മ ഇങ്ങനെ കൊള്ളി വൃത്തിയാക്കുമ്പോ തന്നെ പറയുന്നുണ്ട് നല്ല പൊടിയുള്ള കിഴങ്ങാണ്, നല്ല കിഴങ്ങാന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആദിക്കുട്ടൻ ഉണ്ട് 4:30 പോയി കിടന്ന് ഉറങ്ങാൻ നോക്കുക. ഞാൻ അവനെ വിളിച്ച് എണീപ്പിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയതാട്ടോ അത്. കാരണം അല്ലെങ്കിൽ ഉണ്ടല്ലോ അവൻ നമ്മളതിനെ രാത്രി ഉറക്കില്ല. ദാ ഉള്ളിയൊക്കെ കഴുകി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനൊരു ചമ്മന്തി വേണ്ട, നല്ല ചൊടിയുള്ള ഒരു ചമ്മന്തി. അപ്പൊ നമ്മുടെ ചീനിമുളകും കുറച്ച് ചെറിയുള്ളിയാണ് ഈ ചമ്മന്തിക്ക് വേണ്ടത്. പക്ഷെ ചെറിയുള്ളി നമുക്ക് നേരാക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ വലിയ ഉള്ളി ആട്ടോ എടുത്തത്. അതും പുളിയും ഉപ്പും കൂടിയിട്ട് ഒന്ന് കറക്കിയെടുത്തു മിക്സിയിൽ. എന്നിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാട്ടോ ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ അമ്മമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. കൊള്ളി പുഴുങ്ങിയതും നമ്മുടെ ചമ്മന്തിയും കട്ടൻ ചായയും ഒക്കെ കൊണ്ടുപോയി കൊടുത്തു. അമ്മമ്മയ്ക്കൊക്കെ ഇഷ്ടമായിട്ടാ. ദൈവന്മാർ രണ്ടുപേരും എക്സ്പ്രഷൻ ഇട്ട് നിറയ്ക്കാട്ടോ വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോൾ. ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വതവേ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഫുഡ് ചമ്മന്തി ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടാ. അതുകൊണ്ട് തീരെ ചൂട് പറ്റില്ലേ. എന്നാൽ ആദ്യം നേരെ ഓപ്പോസിറ്റ്, നല്ല ചൂടോടെ തന്നെ കഴിക്കും. നമ്മുടെ അദ്വികുട്ടൻ പറയണേട്ട് സൂപ്പർ ആയിട്ടുണ്ട് അമ്മാന്ന്. അപ്പൊ നമ്മുടെ ചമ്മന്തി ഇതായിരുന്നു കേട്ടോ. നല്ല ചൊടിയുള്ള ചമ്മന്തിയാണ്. ചമ്മന്തിയും കൊള്ളിയും നമ്മുടെ കട്ടൻ കാപ്പിയും കൂടി ഞങ്ങള് വൈകുന്നേരം കഴിച്ചു കേട്ടോ.